നമുക്കൊരു സ്വപ്നമുണ്ട്, പക്ഷെ നമുക്ക് അതിന് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അതിലോട്ട് എത്താനുള്ള ഒരു സമയം അല്ലെ, ആ ഒരു സമയമാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഭയങ്കര ടാസ്ക് എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമുക്കൊരു കുഞ്ഞുണ്ടെന്ന് വിചാരിക്കുക. ആ കുഞ്ഞിനെ നമ്മൾ എത്രത്തോളം പ്യുവറായിട്ടാണ് ടേക്ക് കെയർ ചെയ്യുന്നതും അതിനിങ്ങനെ വളർത്തിയെടുക്കുന്നതും. പാരന്റിങ് എന്ന് പറയുന്നത് വളരെ ചില്ലറായ ഒരു കാര്യമാണ്, അല്ല ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉമ്മമാരൊക്കെ പറയുന്ന പോലെ വളർത്തിയെടുക്കുക. നമ്മളിപ്പോൾ ഒരു പാരന്റാണ്, എത്രത്തോളം ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കുന്നത്. സോ ഒരു പാരന്റ് ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ അത്രത്തോളം നമ്മൾ ഇങ്ങനെ ഒരുപാട് കടമകൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത്. നമ്മളെ മനസ്സിലെ കുഞ്ഞാണ് നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത്, ഡ്രീം എന്ന് പറയുന്നത്. അതിനെ വളർത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ മീറ്റ് ചെയ്യേണ്ടി വരും. ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് ഒരുപാട് വിശാലത നിറഞ്ഞ മനസ്സുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ലെവലിൽ കണ്ണിങ് ആയിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാരായിരിക്കും മേ ബി നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ ഇതൊന്നുമല്ല നമ്മളെ മാറ്റർ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്വപ്നം നമ്മുടെ മാത്രമാണ്, അത് മറ്റുള്ളവർക്ക് മേ ബി മനസ്സിലാവണം എന്നില്ല. അപ്പൊ നമ്മുടെ സ്വപ്നത്തിലോട്ട് എത്തേണ്ടത് നമ്മുടെ മാത്രം ഒരു എന്താ പറയാ ഒരു കഠിന പ്രയത്നം കൂടെ അതിലോട്ട് ഉണ്ടാവുക എന്നുള്ളത്. അത് വളരെ നമ്മളിങ്ങനെ ഫോക്കസ് ഒരു കാര്യത്തിൽ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ആയിട്ട് പരിശ്രമിച്ചു വിടുന്നുകൊണ്ട് കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പായിട്ട് അത് കിട്ടും അല്ലെ. എന്തായാലും പരിശ്രമം ചെയ്യുക. എന്തായാലും നമ്മൾ ഒരു കാര്യം ചെയ്യാണ്ടിരുന്നിട്ട് അത് എനിക്ക് കിട്ടിയില്ല എന്ന് മടി പിടിച്ചിരിക്കുന്നവരെക്കാളും എന്തുകൊണ്ടും ബെറ്റർ അല്ലേ. അതിന് വേണ്ടിയിട്ട് അവസാന നിമിഷം വരെ ട്രൈ ചെയ്തിട്ട് മേ ബി കിട്ടാതിരിക്കാം, പക്ഷെ നമ്മുടെ ഒരു മനസാക്ഷി പറയുന്നുണ്ടാവും നീ അത് ചെയ്തല്ലോ എന്നുള്ളത്. സോ ആ ഒരു പോയിന്റ് വരെ മനസാക്ഷിക്ക് തോന്നണം ഞാൻ എഫേർട്ട് എടുത്തു എനിക്ക് കിട്ടിയ, അതുവരെയെങ്കിലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണോടോ. നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് ഈ ദുനിയാവിലെ സ്വർഗം എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നങ്ങളാണ്. സോ നമ്മുടെ സ്വപ്നങ്ങളുടെ പുറകെ ഒന്ന് പോയി നോക്കണം. അതിലോട്ട് എത്തപ്പെടാൻ ഒരുപാട് ഈ പറയുന്ന കണക്കിന് ഒരുപാട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയുള്ള ഒരുപാട് സ്ട്രഗിൾസ് നമ്മൾ മീറ്റ് ചെയ്യുന്നു വരും. പക്ഷെ ആ ഒരു സ്ട്രഗിൾസ് എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യത്തിന്റെ അത്രയും വലുതൊന്നുമല്ല. കാരണം അതെന്ന് പറഞ്ഞാൽ വളരെ നൈമിഷികമായിട്ട് കുറച്ച് സമയത്തേക്ക് ഉണ്ടാവുന്നത് ഈ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അതും ഫോഴ്സ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള എനർജി നമുക്കുള്ളിൽ തന്നെ ഓൾറെഡി ലോഡാണ്. സോ നമ്മളെ കൊണ്ട് പറ്റും. നമുക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു സംഭവം ഒളിഞ്ഞിരിപ്പുണ്ട്. ആ സംഭവം എന്താ എന്ന് കണ്ടുപിടിക്കുന്നത് നമ്മുടെ ജീവിത ലക്ഷ്യമാണ്. അതിലോട്ട് എത്തുന്നവരെ നമ്മളിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ വെറുതെ പോകുമ്പം കൈ മുറുകെ പിടിച്ചു വന്ന് കൈ ഒഴിഞ്ഞു പോകുന്ന അവസ്ഥയിൽ, ഒന്നുമില്ലാതെ പോകുന്ന അവസ്ഥയിലൊന്നും ആവരുത് അല്ലേ. നമ്മൾ എന്തായാലും വന്നു, എന്തായാലും തിരിച്ചു പോകും. സോ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പിൻ്റെ ആ ടൈമിൽ നമുക്ക് എന്തോ ഒരു സോൾ പർപ്പസ് ഉണ്ട്. നമ്മൾ ഈ ദുനിയാവിലോട്ട് അള്ളാഹു പറഞ്ഞിട്ടതിൻ്റെ പേരിൽ എന്തോ ഒരു കാര്യമുണ്ട്. ആ ഒരു സോൾ പർപ്പസ് കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടൊന്ന് പ്രയത്നിച്ച് നോക്കണം. നമ്മളെ കൊണ്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ വലിയൊരു കാര്യമില്ല. നമ്മളെ കൊണ്ട് ഒരു കിളിക്കുഞ്ഞിനെങ്കിലും വെള്ളം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ വലിയ കാര്യമില്ല. ഞാൻ ഇതൊക്കെ എക്സാമ്പിളായിട്ടാണ് മാത്രം പറഞ്ഞത്. പക്ഷെ നിങ്ങളുടെ സ്വപ്നം എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ വേണം അതിലോട്ട് ഓടാൻ. വേറെ ആരും ബാക്കിയൊന്നും തള്ളി തരത്തില്ല. നിങ്ങൾ സ്വയം എനർജിയിൽ ഫ്രണ്ടോട്ട് മൂവ് ഓൺ ചെയ്ത് പോവാം. അതൊന്ന് വിൻ ചെയ്ത് കാണിച്ചു കൊടുക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ. അവരും അറിയട്ടെ നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന്. അല്ല പിന്നെ